ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ മഴ ഇങ്ങനെ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, രാവിലെ അപ്പത്തിനുണ്ടാക്കിയ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയട്ടെ. ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു. ഒറ്റ സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിക്കത്തുള്ളൂ. എന്നിട്ട് ഒരു വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക് അരിഞ്ഞ് ആദ്യം ഒന്ന് മൂപ്പിക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു പിടി കശുവണ്ടി ചേർത്തു. അതും ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ടിട്ടു. അതിനങ്ങനെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ചുമ്മാ അരിഞ്ഞങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റണം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2-3 നുള്ള ഗരം മസാല, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, വലിയൊരു ഉരുളക്കിഴങ്ങ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കും. ആദ്യം ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും തീ കുറച്ച് ഒരു 5-6 മിനിറ്റ് ഇട്ടിട്ട് അങ്ങ് ഓഫ് ചെയ്തിടും. എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോഴത്തേക്കിനും തുറന്ന്, പശുവിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് കുക്കർ തുറന്ന് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് ആദ്യമോ ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ടത് വറ്റി വരുമ്പോൾ വീണ്ടും ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. പശുവും പാൽ, നമ്മൾ തേങ്ങ തിരണ്ടാനോ പിഴിയാനോ ഒന്നും മെനക്കെടേണ്ട കാര്യമില്ല. ഈ പശുവും പാൽ തന്നെ ഞാൻ തിളപ്പിച്ചാറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ പാട അങ്ങ് മാറ്റും. അത് ഞാൻ കുറയ്ക്കാൻ വെച്ചിട്ട് അതിൻ്റെ വെണ്ണ എടുത്തിട്ട് അത് ഉരുക്കി നെയ്യാക്കും. അപ്പോൾ വെണ്ണയും നെയ്യും ഒക്കെ എപ്പോഴും എൻ്റെ വീട്ടിൽ കാണും. എന്നിട്ട് ഈ പശുവും പാലാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ഹെൽത്തിയാണല്ലോ, പാടയൊന്നും ഇല്ലാത്തത്. എന്നിട്ട് ഈ പാലൊഴിച്ച് ചാറ് കുറുകുന്ന ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് വാങ്ങണം. അപ്പത്തിന് നല്ല കറിയാണ്. എന്നിട്ട് വാങ്ങുമ്പോൾ ഒരു ഒരെതിർപ്പ് കറിവേപ്പില നന്നായിട്ട് ഞെരടി അങ്ങോട്ട് ഇട്ടിളക്കണം. അത്രയേ ഉള്ളൂ. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല സൂപ്പർ കറിയായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ. ഞാൻ അടുക്കള കയറുമ്പോൾ അന്നേരം എനിക്ക് തോന്നുന്ന ഒരു ഐഡിയ ആയിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കശുവണ്ടി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കശുവണ്ടിയും കൂടെ അങ്ങ് ചേർത്തേക്കാമെന്ന് വിചാരിച്ചു. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കറി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.